ഇന്നത്തെ ഞങ്ങളെ യാത്ര പൂനെ ടു ഗോവ ഒരു ട്രാവലിംഗ് ആണ്. അപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് നേരം വൈകി, 8 മണിയായി. 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. എല്ലാം ഉറങ്ങിപ്പോയി. ഇന്നലെ കോഴിക്കോട്ട് മുംബൈ വന്ന്, മുംബൈയിൽ നിന്ന് ഇന്നലെ പൂനെയിൽ വന്നു. പൂനെയിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് നേരം വൈകിയപ്പോൾ പിന്നെ കളിയും കണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ വീഡിയോയിലൂടെ കാണാം. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇന്ന് യാത്ര തുടങ്ങാണ്. ഇതിലാണ് യാത്ര ചെയ്യുന്നത്. ഫ്രണ്ടിലൊട്ടിച്ചോ? മോൾ ഏറ്റവും ടോപ്പിലൊട്ടിക്കട്ടോ, എനിക്ക് കണ്ണ് കാണണം. കുറച്ചുകൂടി മോൾക്ക് ബസ് അല്ലേ ഞാൻ പറിച്ച് കളിയായി. അടി ഒട്ടിക്കില്ല. അപ്പോൾ ഞങ്ങള് മാസ്ക് വെച്ചോ, യാത്ര പുറപ്പെടുകയായി. ഇങ്ങോട്ട് നോക്കണ്ട, നേരെ നോക്കി വിട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ യാത്ര. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരാണ്. ലാസ്റ്റ് ഇതൊക്കെ വേണം. എല്ലാ യാത്രക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഈ പേപ്പറൊന്നും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ മുകളിൽ സൈഡസ് കാടില്ല. ഇതൊരു സാധനം നോക്കാം. കോവിഡായിട്ടും കോവിഡിലൊരു മാറ്റമൊന്നുമില്ല. ആൾക്കാരിലൊരു കമ്മിയൊന്നുമില്ല. മാസ്ക് ഉണ്ടല്ലോ. കോവിഡൊന്നും ഇവിടെ വലിയ സ്ട്രിക്റ്റൊക്കെ തന്നെയാണ്, പക്ഷെ അത്രയൊന്നും ഇതില്ലല്ലേ. ഇന്ന് ശനിയാഴ്ച ലോക്ക്ഡൗണോ അവിടെ? ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഇപ്പം ഞങ്ങൾ ഹൈവേ പിടിക്കാനുള്ള പോക്കാണ് ഇപ്പോൾ പോകണം. ഉള്ളുവഴിയാണത്. ഉള്ളുവഴി നല്ല വൃത്തിയായിട്ട് പണിഞ്ഞ ഫുള്ള് ഫ്ലാറ്റുകളും ഫുള്ള് അടിപൊളി ബിൽഡിങ്സാണ്. 10-15 നിലയുള്ള ബിൽഡിങ്സുകൾ. നല്ല അടിപൊളി റോഡും. ഇനിയിപ്പോൾ ഹൈവേയിലോട്ട് ചാടണം. ഹൈവേയിലോട്ട് ചാടിയിട്ട് ചായയും കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം ഹൈവേന്ന്. ഇത് IT പാർക്ക് മാതിരിയുള്ള ഏരിയയാണ്. ഫ്ലാറ്റും കമ്പനികളുടെ IT മേഖല വർക്ക് ചെയ്യണ IT പാർക്കാണത്. ഫുള്ള് ഡെവലപ്ഡായി, കാട് പിടിച്ചിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയേണ്ട ആൾ. ഫുള്ള് ബിൽഡിങ്സും. ഈ ഏരിയ ഒക്കെ ഇനി ഫുള്ള് ബിൽഡിങ് വരാനുള്ളതാണ്. ഇപ്പം നമ്മൾ ഹൈവേയിലോട്ട് ചാടി. ഇതാണ് പൂനെ ബെൽഗാവ് ഹൈവേ. അതായത് പൂനെ, ബെൽഗാവ്, ബാംഗ്ലൂർ, ഗോവ എല്ലായിടത്തേക്കും പോവാം. പക്ഷെ ബാംഗ്ലൂർ ഇതിൽ ഒരു ഒരു 100-200 കിലോമീറ്റർ കഴിയുമ്പോൾ സ്പ്ലിറ്റായിട്ട് പോകും. പിന്നെ ഹൈദരാബാദും പോണത് ഇതിൽ തന്നെയാണ്. അത് കുറച്ച് ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ അതും സ്പ്ലിറ്റായിട്ട് വേറെ വഴി പോകും. പിന്നെ ഇത് നേരെ ഗോവ, ബെൽഗാവ് പോവും.
ബാംഗ്ലൂർ ബെൽഗാവ് നിന്ന് തിരിഞ്ഞിട്ട് പോകട്ടോ. ബെൽഗാവ് വരെ ഈ റോഡ് തന്നെ, ബാംഗ്ലൂർ റോഡ്. പിന്നെ ബെൽഗാവ് നിന്ന് തിരിഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്കും ഗോവ തിരിഞ്ഞു പോകും നേരെ. അപ്പോൾ നമ്മൾ കോലാപ്പൂർ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം സേഫ്റ്റിയാണ്. ഫുൾ സേഫ്റ്റി തന്നെയല്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ലോങ് ഡ്രൈവ് ഈക്കോ മോഡിലൊക്കെ നീ പോയാൽ മതി. അതാരോ ട്രാവലിംഗ് വീഡിയോ കുട്ടികൾ അത് കൊണ്ടുപോകാം, സൈക്കിളൊക്കെ കൊണ്ടുപോകണം. വണ്ടിക്കൊക്കെ യാത്ര ചെയ്യുന്നതിലൂടെ ശ്രദ്ധക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പോകാൻ. ഇപ്പോൾ മറ്റേ കോവിഡ് ആയതുകൊണ്ട് നല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. RT-PCR നിർബന്ധമാണ്. വാക്സിന് ആവശ്യമില്ലെങ്കിൽ RT-PCR നിർബന്ധമാണ്. പിന്നെ ഏതെങ്കിലും കാര്യത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ലെറ്റർ എന്തെങ്കിലും എടുത്തിട്ട് നേരെ വണ്ടി പൊട്ടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെക്കുക. എന്നാൽ പിന്നെ അത്ര വലിയ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇന്നലെയൊക്കെ ഭയങ്കര അനുഭവം ഉണ്ടായിരിക്കണം. എൻ്റെ അടുത്ത് RT-PCR ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ പൂനെ ആയതുകൊണ്ട് തിരക്കിന് കമ്മിയൊന്നുമില്ല, നല്ല തിരക്കാണ്. ഇവിടെ കോവിഡും ദയമായൊന്നും ഇതല്ല, ഹൈവേ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഹൈവേയിൽ ഇത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ ടൗണിൽ ജനങ്ങൾ വീട്ടിലിരുന്ന് പൊറുതിമുട്ടി പുറത്തിയാടിയിരിക്കും. ജനങ്ങള് വീട്ടിലിരുന്ന് പൊറുതിമുട്ടി ചാടിയിരിക്കണ പുറത്തേക്ക്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരാൾ പോലും കറങ്ങാനല്ല പോണത്, കഷ്ടപ്പെട്ട് ജോലിക്കാ പോണത്. കയ്യിൽ ചോറ്റുപാത്രമാണ് നിങ്ങൾക്ക് കാണാൻ. ചോറ്റുപാത്രം കറങ്ങാനൊക്കെ വണ്ടിക്കാരൻ ഫുള്ള് കറക്കാണ്. അത് കറങ്ങാൻ പോകുന്നത്. ബാക്കി നോക്കിയപ്പോ ഇതിപ്പോ പൂനെ കവർ ചെയ്തില്ല നമ്മള്? ഇല്ലല്ലേ, ജസ്റ്റ് പൂനെ ആയിട്ടുള്ളൂ. ഒത്തിരി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ ഒരു കാടായിരുന്നു. ഇപ്പോൾ പക്ഷെ ഇതെല്ലാം ഒരു ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സിംഹാട് ഏരിയ എന്ന് പറയുന്നത് കാട് പിടിച്ചിരുന്ന സ്ഥലമാണ് അതൊക്കെ. IT ഫുള്ള് മാനുഫാക്ചറിംഗ് സെക്ടറും IT സെക്ടറും. അല്ല, ഇവിടെ നമ്മളെ ഇഞ്ചോടിയിലല്ല IT പാർക്കിൽ? അവിടെയും ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ടോ? സിംഹാട്. സിംഹാടോ? സിംഹാട്. ഏതായാലും കൊള്ളാം. ഇത്ര തിരക്കല്ലേ? ഫുള്ള് ട്രാഫിക്കാണ്. എന്ത് ചെയ്യാനാണ് ഹൈവേയിൽ ഇപ്പോൾ ട്രാഫിക്? കോവിഡൊന്നും ആൾക്കാർക്കൊരു പ്രശ്നമേ അല്ല ഇവിടെ അല്ല. നമ്മുടെ നാട്ടിലുള്ള ഇത്ര ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും നല്ലതാണ്. നമ്മൾ അങ്ങനെ കേസ് കൂടുതലല്ലേ അവിടെ? എവിടെ കേസ്? കമ്മിയാണ്, വളരെ കുറഞ്ഞു. 40 അടി കുറഞ്ഞു. നന്നായിട്ട് സൂക്ഷിച്ചിട്ട് നമ്മുടെ കേസ് നന്നായിട്ട് ഇവിടെയൊക്കെ എന്താ കേസ് ഉണ്ടാവുക? എടുത്തു കഴിഞ്ഞാൽ നോക്കാം. മുംബൈയിലൊക്കെ കാണണം. കേസ് കൂടിയിട്ടും കാര്യമില്ല, മരണസംഖ്യ കുറവാ. റേഷ്യോ വെച്ച് നോക്കിയാൽ ഞാൻ കത്തിച്ചു കളഞ്ഞ സ്ഥലം ഉണ്ടല്ലോ കേട്ടോ. ഞാൻ ഒഴിവാക്കി വിട്ടു. പോലീസ് എന്തോ ഒരു കൊലപാതക കേസാണോ? ഫുള്ള് തപ്പലോട്ടോ. ഫുള്ള് BJP വന്നിട്ട് ഫുള്ള് പോലീസ് റെക്കോർഡ് ചെയ്യണ പോലീസിനെ. മലയോര പ്രദേശത്തെ ഒരു പ്രത്യേക ഡ്രൈവറാണ്. നിനക്ക് ഒരു പേടിയാണല്ലോ ഇപ്പോൾ? ഇത് ഫുള്ള് മലയോര പ്രദേശം. നാളെ പോയപ്പോൾ ചുരം കയറിയ വഴിയില്ലേ? ചുരം ഇതൊക്കെ നിനക്ക് പണ്ട് ഒരു പേടിയുള്ളത് എനിക്കറിയാം. പേടിക്കണ്ട, സേഫ് ഡ്രൈവർ. അടിപൊളി ഇതില്ലേ കാണാൻ? മലയും പച്ചപ്പം ഇതൊക്കെ നമ്മളെ നാട്ടിലല്ലേ കാണുള്ളൂ, ഇവിടെ കാണും. രണ്ട് സൈഡും പാറ. ഇത് നമ്മളെ നാട്ടിൽ കാണൂല. ഈ പാറകളല്ല, ഇങ്ങനെ വെട്ടിച്ചില്ല റോഡ്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മുടെ അവിടെ വർഷങ്ങൾ എടുക്കും. ഇവിടെ പടപടയെന്ന് പണി തീർത്ത് റോഡും ഇങ്ങനത്തെ കാണൂല നമ്മുടെ നാട്ടിൽ. പല വഴി ടെണ്ണല്ല, ഒരു ടെണലുണ്ട് കേട്ടോ. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ടെണൽ. ഈ ഫുള്ള്
കാറിൻ്റെ ഉള്ളിൽ കൂടെ പോകും, അപ്പുറം ചാടി കയറല്ലേ. പക്ഷെ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണത്. നമ്മുടെ നാട്ടിൽ നിന്ന്. പക്ഷെ അതല്ല, ഇപ്പുറത്ത് വരലുണ്ട്, ഇപ്പുറത്ത് 4 വരി പാത വരലുണ്ട്. എവിടെ? നമ്മളെ നാട്ടിലോട്ടുള്ളേക്കല്ലേ. ഇത് ഗോവയ്ക്കുണ്ട്. ടണലെത്തി. ആ മല കവർ ചെയ്യാട്ടോ ടണൽ. നല്ല അടിപൊളി കാരണം ടണല് നമ്മളെ കൊങ്കൺ. ഇത് കൊങ്കണിന്റെ ഒരു ഭാഗം തന്നെയാണല്ലേ. പക്ഷെ അവിടെ റോഡിൽ ടണലില്ല, ട്രെയിനിനാണ് ടണല്. അപ്പൊ റോഡിന്റെ ടണലിൽ ഇനി വരാൻ പോണേ, നടന്നുകൊണ്ടിരിക്കണത്. ഇത് വർക്കല്ലല്ലോ, ഇത് ഓൾറെഡി കഴിഞ്ഞല്ലേ, പഴയതല്ലേ. കാത്രാജ് ടണൽ. കാത്രാജ് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടല്ലോ. ഇത് 1.5 കിലോമീറ്റർ ടണല്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ്റെനൻസിന് പോകാനല്ലേ കയറില്ല. മാത്രമായിട്ടുള്ള ഇൻ കേസ് അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടാനല്ലേ. റോഡും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബൈപ്പാസ് ടണൽ ഉണ്ടായി 1.5 കിലോമീറ്റർ ടണൽ. മലയിൽ നിന്ന് വന്ന വെള്ളം കണ്ടായിരുന്നു. ആ ഇറ്റിറ്റ് വീഴുന്നത് ശുദ്ധ വെള്ളമാണ്. ഉള്ളിൽ പാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമല്ലേ. വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മളെ നാട്ടിൽ വരണം. മലയോരത്ത് നല്ല വെള്ളം. പൂനെ കഴിഞ്ഞിട്ടുള്ള ചില പാറകളിൽ നിന്നാണ് ബോംബെയിലേക്ക് പോലും വെള്ളം പോണോ? അതിനുള്ളിൽ കൂടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. എന്തിനാ? ഇനി നമുക്ക് ചായ കുടിക്കാം. ഇതാണ് മിസേൽ പാവ് എന്ന് പറയും. മിസേൽ പാവ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വടാപ്പാവ്. അതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ ഭക്ഷണങ്ങൾ. അത് കഴിച്ചുകൊണ്ടിരിക്കണം. ഇനി കഴിച്ചിട്ട് തുടരാം യാത്ര. ഞാനൊരു മിസേൽ പാവും ഒരു വടാപ്പാവും ബുക്ക് ചെയ്തു. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണത് വടാപ്പാവ്. രാവിലെ രാവിലെ ഭക്ഷണത്തിന്, രാവിലെ ചായക്ക് പകരം ഇതാണ് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുക. മിസേൽ പാവ് എന്ന് പറയണത് മിച്ചറുണ്ട്. മിച്ചറിൽ കറി പാർന്നിട്ട് അത് കറി പാർന്നിട്ട് അതിൽ കുറച്ച് മുളകും ഇതൊക്കെ മുളകും ഇട്ടിട്ട് ഉള്ളിയൊക്കെ വെട്ടിയിട്ട് അത് കഴിക്കുക തന്നെ. അതൊരു എത്ര ടേസ്റ്റ്. ഒരു കറി ഉണ്ടാവും അതിന്. വടാപ്പാവ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഉരുളക്കിഴങ്ങ് വേവിച്ച് കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ട് ഉരുളയാക്കി അത് മാവിൽ മുക്കിയിട്ട് പൊരിക്കണതാണ് വട. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഒരു ബണ്ണ് അറിയാൻ പറ്റില്ല. വട പാവ് എന്ന് പറയും ഇവിടുത്തെ. പാവ് എന്ന് പറയും ഇവിടുത്തെ ആൾക്കാർ. ആ പാവ് ഇങ്ങനെ സെൻറ്റർ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആ വട കയറ്റി വെച്ചിട്ട് കഴിക്കും. അതൊരു പ്രത്യേക നല്ല ടേസ്റ്റാണ്. അതിലുള്ളൊരു ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകൊണ്ടൊന്നുമില്ല. ഇപ്പം അതിൽ കറി പാരുകയാണത്. ആ മിസേലിൽ കറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കറി പാർന്നു തരും. പക്ഷെ ചായ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയിൽ ഇവിടുത്തെ ചായ. ചെറിയ ഗ്ലാസ്സിലുണ്ടാവുള്ളൂ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് ചായ. അതാണ് ഇനി മിസേൽ കഴിക്കൽ. ഈ പാവിൻ്റെ കഷ്ണമാക്കിയിട്ട് ആ കറിയിലുള്ള മിച്ചറിനെ ഇങ്ങനെ മുക്കി അതിലെടുത്തിട്ട് അത് കഴിക്കലാണ് മിസേൽ പാവ്. അത് രണ്ടുമാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഭക്ഷണം. രാവിലത്തെ നാസ്ത എന്ന് പറയും. ചായ രക്ഷയില്ലാത്ത ചായയാണ്. ഇത് വടാപ്പാവും
ഉണ്ടാക്കണ ഏരിയ. ഇതാണ് വടാപ്പാവ് ഉണ്ടാക്കുന്നത്. വടാപ്പാവ്, ആലു ഭാജി, മിർച്ചി ഭാജി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആലു ഭാജിയാണ് ഉണ്ടാക്കുന്നത്. വടാപ്പാടൻ്റെ മാവാണ് അപ്പുറത്ത് വെച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് രാത്രി പിന്നെയും തുടങ്ങാം. അടുത്തത് ടോള്. ഫസ്റ്റ് ടോള് ആണിത്. ഫസ്റ്റ് ടോള് ഇതിൽ പിന്നെ നമുക്ക് പിന്നെ ഫാസ്ടാഗ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഫാസ്ടാഗ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ കഴിയും. ടോള് ഫാസ്ടാഗ് നല്ലതാണ്, ഒരു വിധത്തിൽ നല്ലതാണ്. സ്പീഡ് നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. കാണിച്ചു തരാം. ടോളിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയാവും. അതിൻ്റെ അടിയിലൊരു ഫാസ്ടാഗ് ഇല്ലാത്തവൻ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വരും പൈസയും കൊടുത്ത്. ഫാസ്ടാഗിൻ്റെ ലൈനിൽ ഫാസ്ടാഗ് ഉള്ള വണ്ടികൾ മാത്രമേ കയറാൻ പാടുള്ളൂ. ഫാസ്ടാഗ് ഇല്ലാത്ത വണ്ടി കയറി കഴിഞ്ഞാൽ 50 രൂപയാണെന്ന് ടോൾ എന്നെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. ഡബിൾ ചാർജാണ്. അതാണ് ഫാസ്ടാഗ് കൊണ്ടുള്ള ഗുണം. പെട്ടെന്ന് കവർ ചെയ്ത് പോയിക്കോളും. ഇപ്പം അറിയാം നമ്മളെ ഫാസ്ടാഗ് ഓണാണെന്ന് ഇപ്പം റെഡി ആക്കി തരാം. ക്യാഷ് കൊടുക്കാൻ റെഡി ആയിക്കും. ഓക്കെ. ഫാസ്ടാഗിൽ പൈസ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ തീരുമാനമായില്ല. പക്ഷെ എനിക്ക് മെസ്സേജ് ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്ത റീചാർജ് ചെയ്തിട്ട് പോകട്ടെ നമുക്ക്. ദാനേശ്വർ സാറിനാണ് മെസ്സേജ് പോണത്. അയാളെ നമ്പറാണല്ലോ അല്ലേ. ഫാസ്ടാഗിലൊക്കെ ഓക്കെയാണ്. ഫാസ്ടാഗിലുകൊണ്ട് ഇപ്പോൾ വളരെ ഉപകാരമാണ് ആൾക്കാർക്ക്. പെട്ടെന്ന് വണ്ടി കാലിയാവും. പക്ഷെ നല്ലതാണ്, നല്ലൊരു പരിപാടിയാണ് നടത്തിയത്. ഇത് പുതിയ ടോളാണ്. ഇതിപ്പോൾ എക്സ്ട്രാ വേറെ ഇട്ടേക്കാം. അല്ല, ഇവിടുത്തെ റോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ഒരു 7 ടോളുകളില്ല ഇവിടെ ഈ റോഡിൽ. നമ്മളെ ബെൽഗാവ് എത്തുന്നോട് മുന്നേ ഡീസൽ, പെട്രോൾ, CNG അവൈലബിൾ. എല്ലായിടത്തും CNG ഉണ്ടല്ലേ. സകല പമ്പിലും CNG. അതേമാതിരി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്കൊക്കെയാണ് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനം CNG. പിന്നെ ടാക്സിക്കാർക്കും എല്ലാവർക്കും നല്ല തന്നെയാണ്. നമുക്കും പ്രൈവറ്റ് വണ്ടി പൈസ കമ്മിയുള്ള ആൾക്കാർ വണ്ടി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരിക്കൽ CNG കിറ്റ് കയറ്റി കഴിഞ്ഞാലല്ലേ പിന്നെ എത്രയോ ലാഭമാണ്. നോക്കി അതാണ് ഇവിടെ 530 രൂപ ബാലൻസ് ഇങ്ങനെ കാണിക്കും. ഉണ്ടോ? നമ്മൾ പ്ലാനിങ്ങിൻ്റെ ആശാന കേട്ടോ. ഫോണടിച്ച് കയറി ഒറ്റക്കൈക്ക കണ്ണിങ്ങിലെടുത്താറ്. ചുരം മേഖല ആവാറായി. ഇനി ഫുള്ള് ചെറിയ ചുരങ്ങളും
മല കയറലും ഒക്കെയാണ് നടക്കുന്നത്. ചെറിയ നല്ല രസമുള്ള മലകൾ വെട്ടിയിട്ട് റോഡുണ്ടാക്കി, നല്ല അടിപൊളി റോഡാണ്. റോഡ് നല്ല പോക്ക് പോരാ, വണ്ടികളൊക്കെ ചീറിപ്പാറുക. 100, 120, 140 വണ്ടികൾ പറക്കണത്. ഇത് ചെറിയ ചെറിയ ചുരമാണ്, നമ്മളെ വയനാട് ചോരത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ചെറു ചുരം കയറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. സൈഡിൽ നല്ല മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ പാറ പൊട്ടിച്ചിട്ട് റോഡാക്കിയേക്കാം. ഇനിയിപ്പം ഫ്യൂച്ചറിൽ വികസനം ഉണ്ടെങ്കിലും ഈ പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനിയും റോഡ് വീതി കൂട്ടാം. ഫുള്ള് ട്രക്കൊക്കെ വലിഞ്ഞ് കയറി കൊടുക്കണം. നല്ല രസമുണ്ട്. ഏതായാലും ഏരിയ കാണാൻ ടോപ്പ് മേഘങ്ങളും മൊത്തത്തിൽ മലയും ഇതൊക്കെ ആയതുകൊണ്ടേ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും നല്ല ബോറടിക്കില്ല. നല്ല കാഴ്ചകളും കൊണ്ട് ഇങ്ങനെ പോകാം. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഒരു രസമാണ്. പിന്നെ ഹൈവേയിൽ കയറിയാൽ പിന്നെ അധികം ടൗണെത്താതെ ചെറിയ വണ്ടികൾ അധികം ഉണ്ടാവില്ല. ബൈക്ക് അങ്ങനത്തെ കുറച്ചുണ്ടാവുള്ളൂ. പിന്നെ അധികം തിരക്കും ഉണ്ടാവില്ല. ടൗണിൽ ഏതെങ്കിലും ചെറിയ ടൗണിലെത്തുമ്പോഴാണ് കുറഞ്ഞ തിരക്ക്, സ്പീഡൊക്കെ കുറച്ച് പോകാൻ പറ്റുക. അല്ലെങ്കിൽ നല്ല കംഫേർട്ടായിട്ട് ഇങ്ങനെ പിടിച്ച് പോകാം. 5-ൽ നിന്ന് ഗിയർ ചേഞ്ചിങ് ഒന്നും മാറ്റാതെ കയറി പോകാം. നല്ല എൻജോയ് യാത്രയാണ്. മഴയും തുടങ്ങിയില്ല, അധികം മഴയില്ല. മഴ വരാൻ കിടക്കുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലും നല്ല കാഴ്ചകൾ രസകരം. വേനലിന് ഇത്ര പച്ചപ്പ് ഉണ്ടാവില്ല. വേനലിൽ പച്ചപ്പ് കമ്മിയാകാറും. അപ്പം ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഇങ്ങനെ പച്ചപ്പ് ഉണ്ടാകുമ്പോഴാണ് കാണാൻ പോകാൻ, ഇതിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാനൊക്കെ നല്ലൊരു ഭംഗി. അമ്പൂലി എത്തിയിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റൈലിലെ മലകൾ, സുന്ദരമായ കാഴ്ച. റോഡിലാണ് ഒരു ലൈൻ ഉണ്ടാവും ആകെ. ഫുള്ള് ബ്ലോക്ക് ചെയ്താൽ എന്തോരം വണ്ടികളുണ്ടെന്ന് അറിയില്ല. ബ്ലോക്ക് ഇല്ലാതെ പോകണം. അല്ലെങ്കിൽ ലോറിയും ഇതൊക്കെ ചെവിയൊന്നും അടഞ്ഞാണ്ട് നമ്മൾ പ്രഷർ ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് എന്തോ അടഞ്ഞ്. ടിക്കർ ഇങ്ങനെ പിടിച്ചോ, നല്ല മുകളിലെത്തിയില്ലേ നമ്മള്. എന്റെ ചെവി ഇപ്പൊ ആദ്യം അടഞ്ഞു. ചെവിയൊക്കെ എന്റെ പെട്ടെന്ന് ചുരം എടുക്കാൻ പറ്റില്ല.
നല്ല അടിപൊളി ഏരിയ, പച്ചപ്പ് പിടിച്ച. നമുക്ക് ഏരിയ അത്ര ഇറങ്ങൂല, പക്ഷെ ആ മല മുകളിൽ കയറി താഴത്തേക്ക് ഇറങ്ങാം. അത്ര ഒരു പരിപാടിയുള്ളൂ അല്ലേ? ഒരു മല കവർ ചെയ്യില്ല, അല്ലാതെ ഹൈറ്റിലല്ല പ്രദേശം. വണ്ടി പിടിച്ചോട്ടോ. അന്ന് ജീപ്പ്. നമ്മള് SUV-നെ ജീപ്പിന്ന് വിളിച്ചു തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു, അവരുടെ വണ്ടി കാരണം അല്ലേ? ഇങ്ങനത്തെ മോഡലുകൾ മാത്രം ജീപ്പിന്നായി വിളി. ബ്രാൻഡ് അതായിരുന്നു ബ്രാൻഡിങ്. നല്ല സുന്ദരമായിട്ടൊരു കത്തിച്ചു എന്നാന്ന് പറയാ അതിന്. ഇതാണ് നമ്മുടെ കരിമ്പ് തൊട്ട് പിന്നെ നമ്മള് ഓവർടേക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. ഫുള്ള് വിൻമില്ലിന്റെ ഏരിയയില് അതൊക്കെ മലന്റെ മുകളിലൊക്കെ വിൻമില്ല് നിറച്ച് വെച്ചിട്ടുണ്ടാവും. കുറേ ഉണ്ട് വിൻമിൽ അതൊക്കെ. ആ 3 ഒറ്റയ്ക്ക് പവർ ഏസിയാണ്. ഫുള്ള് പിന്മില്ലാട്ടോ. എനിക്ക് ആ മലന്റെ മുകളിൽ വരിക്ക വെച്ചേക്കാം. കാറ്റുണ്ടോ? നല്ല കറങ്ങുന്നുണ്ടല്ലോ അവിടെ. തെങ്ങ് നമ്മൾ നാട്ടിലത്തെ 2 തെങ്ങോട് വെച്ചിട്ടുണ്ട്. ആറോ അടിപൊളി റോഡ്. 6 വരിപ്പാത. പൂനെ ടു ബാംഗ്ലൂർ റോഡാണത്. മുംബൈ, ബാംഗ്ലൂര്, കേരളം എല്ലായിടത്തും പോകാൻ പറ്റിയ റോഡാണ്. ഇതില്ലേ ഇവിടെ ഈ ഏരിയ നോക്കി അവർക്ക് എത്രമാനം കരിമ്പാണ്. കരിമ്പ് കൃഷി കൊണ്ട് പഞ്ചസാര ഉണ്ടാക്കുന്ന ഏരിയ ഇവിടെ നിന്നാണല്ലേ? ആൽക്കഹോളും പഞ്ചസാരയൊക്കെ സ്പിരിറ്റ് ആകട്ടെ, പിന്നെ വേറെ
വേറെയും കുറെ ഉപയോഗം ഉണ്ടല്ലോ അതിന്. പക്ഷെ ഇപ്പൊ ആകായിട്ടാണ്. അല്ലെ ഇവിടെ കുറെ ട്രാക്ടറുകൾ കാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ടില്ലേ, ട്രാക്ടർ ഇങ്ങനെ അടിച്ച് ഫുള്ള് നിറച്ചിട്ട് ഇങ്ങനെ. അപ്പം കൃഷി വിളവെടുക്കാനായിട്ടില്ല വേണം അതിൻ്റെ ഇതാണ്. ഇതിന് 2-3 കളറുണ്ട്. പുതിയ വണ്ടി ട്രാക്സിന്റെ പുതിയ വണ്ടിയാണ് ഈ പോണത്. നല്ല അടിപൊളി വണ്ടി. അതിനുള്ളിൽ ജയിലുമായിരിക്കും. അതൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ വണ്ടിയാണ് ഉണ്ടാവും. അത് നല്ലല്ലേ സംഭവം. അതിനൊരു കോവിഡ് ആയതുകൊണ്ടേ ബാക്കത്തോൾക്ക് മുന്നത്തോട് ടച്ച് ഉണ്ടാക്കാതെക്കാൻ വേണ്ടിയില്ല സാധനമാണ്. നല്ല സെറ്റപ്പ് വണ്ടിയില്ലേ. ഫുള്ള് കരിമ്പ് ജ്യൂസ് പതുക്കെ പോ. അവിടെ എഴുതി പോകണ നമ്മളെ ഗുജറാത്ത്. സുമോക്കാരൻ സ്പീഡ് ഫുള്ള് സൈഡിൽ കരിമ്പ് ജ്യൂസിൻ്റെ നോക്കി. കരിമ്പൻ തോട്ടം ഫുള്ള് കൃഷിയെ സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ. മഹാരാഷ്ട്ര, കോലാപ്പൂർ ഏരിയ. കരാടാണ് സ്ഥലം. കരാട്, കോലാപ്പൂർ. നാടൻ പേരൊക്കെയാണ്. നാടനെ കണക്കിയാണ്. പക്ഷെ കരിമ്പിൻ്റെ നോക്കി എത്രയാണ് തോട്ടാണ്. അതല്ലാതെ വേറൊരു കൃഷി ഉണ്ടല്ലോ. ഫുള്ള് കരിമ്പ്. ഹൈവേയിൽ ചെയ്യാൻ പൂക്കളില്ല ഇഷ്ടമാതിരി റോഡിൽ അങ്ങനെ പറിക്കാം. വീട്ടിലൊന്നും സാധനം ഉണ്ടാവില്ല. വാഴ കൃഷി ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഏരിയയിൽ വാഴ കൃഷി കൂടുതലാണ്. അടി കൂടെ കരിമ്പിൻ്റെ അടി കൂടെ വാഴയും കൂടി വെക്കുന്നുണ്ട്. ഏതെല്ലാം അടിപൊളിയാണ് സംഭവം. അങ്ങനെ യാത്ര മണ്ണ്, അതായത് ചുവന്ന മണ്ണല്ലോ ഇവിടെ, കറുത്ത ടൈപ്പില് ഏറ്റവും വിളവ് കൂടിയ മണ്ണല്ലേ. ഉള്ളിലോട്ടൊക്കെ പരിപ്പും അങ്ങനത്തെ. ഇതുവരെ നമുക്ക് ചെക്കിംഗ് ഒന്നും വന്നില്ലല്ലോ. ചെക്കിങ് ഇനി ചെക്ക് പോസ്റ്റിലുണ്ടാവില്ലേ മഹാരാഷ്ട്ര ബോർഡറിൽ. നിപ്പാണി തീരല്ല നമ്മള് കോലാപ്പൂർ പോകണില്ലല്ലോ. അല്ല എങ്ങനെയാലും കർണാടക ടച്ച് ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. അതിപ്പോ നമ്മള് എന്തായാലും കോലാപ്പൂർ വഴിയാണെങ്കിലും കർണാടക ടച്ചാവും. അതേത് വഴി ഇല്ല നേരത്തെ ഉള്ളിൽ. പക്ഷെ അവിടെ നാളെ നമ്മളെ ചെക്ക് ചെയ്തിനി പോയി ടെസ്റ്റ് ഇല്ല ചോദിച്ചിട്ടില്ല. പക്ഷെ അവര് ചെക്ക് ചെയ്തിട്ട് വിട്ടു. പക്ഷേ വേറൊന്നുണ്ട്, നേരെ ഇങ്ങോട്ട് എന്താ റോഡ് നീണ്ട് കിടക്കുന്ന റോഡല്ലേ. അങ്ങനെ കാണാം. ഹൈദരാബാദ്, ബാംഗ്ലൂർ നമ്മളെ നാട്ടില് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ റോഡ് നമ്മളെ നാട്ടിൽ വേണം. കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ. പണ്ടും അതിനും പാലക്കാട് ആലുവ ഹൈവേ ഇല്ലേ, തൃശ്ശൂർ ഹൈവേ, അതുപോലെ വെച്ചിട്ട് കാര്യമില്ല. വെക്കാത്ത ഒരേപോലെ. ഇവിടെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങ് 3-4 തെങ്ങുണ്ട്. പക്ഷെ തേങ്ങ നല്ല തേങ്ങ ഉണ്ട് കേട്ടോ. വളമൊക്കെ ഉണ്ട്. ഇവിടെ തെങ്ങിന് പറ്റിയ ഏരിയയാണ്. അവിടെയാണ് ഏറ്റവും കളവുള്ള. നല്ല കറുത്ത മണ്ണല്ലേ. നല്ല കൃഷിക്ക് പറ്റിയ. ബാംഗ്ലൂർക്ക് 650 കിലോമീറ്റർ. പതുക്കെ പോയിക്കോളൂ. 50 ബാംഗ്ലൂർക്ക് 650 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. 8 മണിക്കൂർ യാത്ര. പക്ഷെ അന്ന് നമ്മള് നല്ല പെട്ടെന്ന് കയറി. ഇന്നോവയിലല്ലേ റോഡ് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 5-6 കിലോമീറ്റർ അങ്ങനെ കാണാല്ലേ ശരിക്ക്.
നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയ, അടിപൊളി. റോഡിന്റെ ഇങ്ങനെ നല്ല സുന്ദരമായ, യാത്രക്കാർക്കും നല്ലൊരു സുഖം കിട്ടുന്ന ഒരു रास्ता अच्छा रहेगा. ओके ओके मैं वो पकड़ता हूँ. ओके मैं मेनली हम लोग लास्ट टाइम मिस किया था ना, वो होटल का नाम पूछने कॉल किया था, याद है? हम लोग गए थे और जगह नहीं मिला. നിപ്പാനി 72 കിലോമീറ്റർ, कोल्हापुर टच नहीं, ബാംഗ്ലൂർ 647, ബെൽഗാവ് 145 കിലോമീറ്റർ. कोल्हापुर से पहला था क्या वो? നമ്മളിന്ന് ബെൽഗാവ് വഴി അന്ന് അവൈഡ് ചെയ്തിട്ട് कोल्हापुर पहुँचने ഗോവയിലോട്ട് വേറെ വഴിയാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. कराड़ में था क्या वो? कराड़ तो നിപ്പാനി വഴി फिर भी नाम क्या था सर जी? നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വഴി ഒരു ഗാവ് ഏരിയയിലോട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തിക്കോളി. എന്നാൽ പോട്ടെ, ശരി.